അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പീറത്ത് സെക്കൻഡ് ഒരു പാട്ട് കേട്ടിരുന്നു. ജീവിതത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഏതോ ഒരു സെക്കൻഡ് അവൻ പാടുകയാണ്, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ 313 ബദരീങ്ങൾക്ക് പകരം ഒറ്റക്ക് മതി ഞാൻ നിങ്ങൾക്ക് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പീറച്ചക്കൻ പാടുകയാണ്. വളരെ അപകടം പിടിച്ച ഒരു വാദമാണ് ഈ പീറച്ചക്കൻ പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ പരാമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദിന്റെ റൂസിൽ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് ഈ വിഷയം സൂചിപ്പിക്കുകയുണ്ടായി. ആ ഭാഗം ആദ്യം നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ്. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല 313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ ഒരു വലിയ ഉണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാള് അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത്, അതാണ് നേരത്തെ പറഞ്ഞത്, ജാഹിലിക്ക് തസൗഫ് ഉണ്ടാവില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു വെറുതെ പറഞ്ഞതല്ല. അതേ, ഹദാ ജഹൂലുൻ കൈഫ ദുൽ ജഹ്ലി യസ്ലുഹു. വിവരമില്ലാത്തവൻ എങ്ങനെയാണ് നന്നാകുക? വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ടേ, പിന്നെ എങ്ങനെയാണ് നന്നാകുക? വിവരമില്ലാത്തവന് പേടിക്കേണ്ടതൊന്നുമില്ല, വിവരമുള്ളവർ പറയുമ്പോൾ കേട്ടാ മതി. അതിന് വിവരമുള്ള ഇല്ല എന്നുള്ള വിവരം ഇല്ലാതെ വിവരമുള്ളവരെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവനെങ്ങനെ നന്നാകുക? ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് വളരെ കൃത്യമായി ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പേരോട് ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ അവർ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ അവരുടെ ഈമാനും തഖ്വയും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അവരെ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും രക്ഷപ്പെടുത്തി സമൂഹത്തിന്റെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ എല്ലാ നിലക്കും കെൽപ്പുള്ള ഈ ആലിമീങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് അത് ഏത് രൂപത്തിലാണ് അവരിലേക്ക് അവതരിപ്പിക്കേണ്ടത് എന്ന് നല്ല ബോധ്യമുള്ള നമ്മുടെ ഉലമാ കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നു. മഹാന്മാരായ ഔലിയാക്കളുടെ അഹ്വാലുകളും അഖ്വാലുകളും അഫ്ആലുകളും ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കേണ്ടത്, ഏതാണ് അവതരിപ്പിക്കേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത് എന്നെല്ലാം കൃത്യമായി ബോധ്യം നമ്മുടെ ഉലമാനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് ഈ വിഷയം കൃത്യമായി ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പേരോട് ഉസ്താദ് കൃത്യമായി കൈകാര്യം ചെയ്യുകയാണ്. ഒരു നിലക്കും സമൂഹത്തിന്റെ മുന്നിൽ, സാധാരണക്കാരായ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റിയ വിഷയമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമല്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമായേക്കാവുന്ന വാക്കാണ് ഈ പീറച്ചക്കൻ ഈ പാടിയിട്ടുള്ളത്. 313 ബദരീങ്ങളിൽ ഒന്നാമത്തവർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തും. ആ സ്വഹാബത്തിനിക്ക് പകരം ഒറ്റക്ക് മതി ഞാൻ നിങ്ങൾക്ക് എന്ന് പറയുന്ന എത്ര അപകടം പിടിച്ചതാണ്. നൗഷാദ് ഇവിടെ ചില വാദഗതികൾ, ചില മറുപടികൾ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കേൾപ്പിക്കാം. അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ വിശുദ്ധ നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നു. ഹബീബായ തങ്ങൾ അവിടെ വിളിക്കുന്നതിന് പകരം CM വലിയുല്ലാഹി വിളിച്ചാൽ മതിയാകുമോ? അതല്ലെങ്കിൽ ഹബീബായ തങ്ങളെ വിളിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഹബീബായ തങ്ങൾ നമുക്ക് ഏത് സമയത്ത് ഓരോ സെക്കൻഡുകളിലും ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മുടെ ഓരോ ഹർക്കാത്ത് സെക്കനാത്തുകളിലും ഓരോന്നിലും ഹബീബായ തങ്ങളാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ. ആ ഹബീബായ തങ്ങൾക്ക് പകരമായിട്ട് ഒറ്റക്ക് CM വലിയുല്ലാഹി മതിയാകുമോ? അതല്ലെങ്കിൽ ബാക്കിയുള്ള സ്വഹാബത്ത് ബദരീങ്ങൾക്ക് പകരമായിട്ട് ബഹുമാനപ്പെട്ടവർ നമുക്ക് ഒറ്റക്ക് മതിയാകുമോ? ഒരിക്കലുമില്ല. നൗഷാദ് ഇവിടെ കൊണ്ടുവരുന്ന ഒരു മറുപടി ഉണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞത് മറ്റുമൊക്കെ ഇൻഷാ അല്ലാഹ് അതിട്ട് ബാക്കി നമുക്ക് പറയാം. ഏതായിരുന്നാലും ഈ പറഞ്ഞ വാദം വളരെ അപകടം പിടിച്ചതാണ്. ബാക്കി വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നൗഷാദ് ഇവിടെ കൊണ്ടുവന്ന ഇതിന് മറുപടിയായി കൊണ്ടുവന്ന വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കേട്ടതിന്റെ ശേഷം ബാക്കി വിഷയങ്ങൾ പറയാം. ഒരു വലിയന്റെ കലാം കേട്ട അതിനെ എങ്ങനെ മനസ്സിലാക്കണം? എടോ നൗഷാദേ, ഞങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പർവ്വത സമാനരായ ഉലമാ അവർ എണീച്ചു വരുന്നത് അതിലും വലിയ പർവ്വത സമാനരായ പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്നാണ്.
ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത സമാനരായ പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ഉലമാ എണീച്ചു വരുന്നത്. അതല്ലാതെ നിന്നെ പോലെ ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ മദാമകൾക്കിടയിൽ തെണ്ടി നടക്കുന്ന ഏതെങ്കിലും തോന്നിവാസികളുടെ ഇടയിൽ നിന്നല്ല എണീച്ചു വരുന്നത്. തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന അന്യരെ എല്ലാം നിലക്ക് കൊള്ളയടിക്കാൻ നടക്കുന്ന ഏതെങ്കിലും കാട്ടുകള്ളന്മാരുടെ ഇടയിൽ നിന്നല്ല ഞങ്ങൾ ഉലമാ എണീച്ചു വരുന്നത്. ഓർക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉലമായിക്ക് മഹാന്മാരായ ഔലിയാക്കളുടെ അക്വാലുകളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നവർക്കറിയാം. ഒരു കാര്യം ഉണർത്തട്ടെ, ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഈ വാക്ക് ആരോട് പറഞ്ഞു? ആര് കേട്ടു? ഇവിടെ ഏതെങ്കിലും ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഫാസിഖീങ്ങളും തെമ്മാടികളും തോന്നിവാസികളുമായ ആളുകൾ സി എം വലിയുല്ലാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സി എം വലിയുള്ളാഹിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, സി എം വലിയുല്ലാഹി അവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കണോ? അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണോ? വിശ്വസ്തരായ ആളുകൾ പറയുന്നു സി എം വലിയുല്ലാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ഞങ്ങൾക്കറിയാം, ഉലമാനിക്കറിയാം. അതല്ലാതെ ഏതെങ്കിലും തോന്നിവാസികളുടെ പാട്ടും പാടി വന്നാൽ, ഏതെങ്കിലും താന്തോന്നികൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ ഇവിടെയുള്ള ഉലമാ വ്യാഖ്യാനിക്കണമെന്നോ? സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ഞങ്ങൾ ഉലമാനിക്കറിയാം. അത് ഏതെങ്കിലും താന്തോന്നികൾ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാനുള്ളതല്ലത്. അത് സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുടെ വാക്കുകൾ വ്യാഖ്യാനിക്കാനുള്ളതാ. വജ്ഹി കലാമൽ ഖൗം എന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് ഏതെങ്കിലും തോന്നിവാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് വിശ്വസ്തരായ ആളുകൾ പറയുന്നു സി എം വലിയുല്ലാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ സി എം വലിയുല്ലാഹി പറഞ്ഞതായിട്ട് മഹത്തുക്കൾ അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മഹത്തുക്കൾ പറയുന്നു. അപ്പോഴേ അത് അത് വ്യാഖ്യാനിക്കേണ്ടതുള്ളൂ. അതല്ലാതെ നിന്നെ പോലെ അല്ലെങ്കിൽ നീ കൊണ്ടു നടക്കുന്ന ചില ആളുകളെ പോലെ, നിങ്ങൾ പിന്തുണക്കുന്ന ചില ആളുകളെ പോലെ തോന്നിവാസികൾ ഇവിടെ വല്ലതും എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്വം ഉലമാനിക്കില്ല, മഹത്തുക്കൾക്കില്ല. അത് ഓർക്കുന്നത് നന്ന്. എന്നിട്ട് നീ പറയുന്നത് എന്താ കേൾക്കാൻ നോക്കും. അബ്ദുൽ ഖാദിറുൽ ജീലാനി, ഭൂമി തനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബർ തമ്മൂടെ ആള് ഞാനെന്നോവർ. ഞാൻ റസൂലുള്ളാഹിന്റെ പകരം വന്ന ആളാണ്. 313 ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളല്ലേ മുത്തു റസൂൽ. അതിന് പകരം വന്ന ആളാണ് ഞാനിതാ പറഞ്ഞേ. നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? റസൂലിന് പകരോ? 313 ബദരീങ്ങൾക്ക് ഞാൻ പകരം പറഞ്ഞപ്പോ അതിന് റസൂലില്ലേ? റസൂലിന് തന്നെ പകരാണ് ഞാനിന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. എവിടെ നിന്ന് നീച്ചു വരാടോ? എവിടെ നാടോ ഇജ്ജ് എണീച്ചു വരാൻ? ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടക്കുന്ന ആളുകളെ മുന്നിൽ നിന്ന് തട്ടിപ്പും തരികിടേറ്റ് നടക്കുന്ന ആളുകളെ മുന്നിൽ എണീച്ചു നിന്നത് തീനിട്ടൂല. ഇതൊക്കെ ടൗസറിൽ മുള്ളി നടക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ മൂക്കൊൽപ്പിച്ച് നടക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഈ മുഹിദ്ദീമാലയും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആദർശാശയങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് നടന്നവരാ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ്. എന്താ മനസ്സിലാക്കിയേ? പേരോട് ഉസ്താദ് കാണാത്തത് ഭൂമി തനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമ്പർത്തമുടെ ആള് ഞാൻ എന്നോ പറയുന്നത്. ഇത് ഇന്നലെ കാണാൻ തുടങ്ങിയതായിരിക്കും. അതൊക്കെ പേരോട് ഉസ്താദ് എന്നോ കാണാൻ തുടങ്ങിയത് ചങ്ങാതി. എന്താ അവിടെ പറയണത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരം മതി ഞാൻ നിങ്ങൾക്ക് എന്നാണോ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാം, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള അംബിയാ മുർസലുകളെ കുറിച്ച് അവർ ഖലീഫയാണ്, അള്ളാഹുവിന്റെ ഖലീഫയാണ്, അവർ ഖലീഫത്തുല്ലാഹിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ട് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആനും തഫ്സീറും ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഹബീബായ തങ്ങളുടെ ഖലീഫമാരാണ് പിന്നീട് വന്ന സ്വഹാബത്ത്, ഖുലഫാഉർ റാഷിദീൻ അടക്കമുള്ള സ്വഹാബത്ത്. അതുപോലെ മഹാന്മാരായ ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ ആ ഖലീഫയായിട്ടാണ് മഹാന്മാരായ ഔലിയാക്കൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. എന്തിന്? ദീനെ നടത്തുവാൻ, ദീന് പ്രചരിപ്പിക്കാൻ. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഞങ്ങൾക്ക് ഹബീബായ തങ്ങൾക്ക് പകരം ഞാൻ മതിങ്ങൾക്ക് നല്ല പറഞ്ഞത്. അങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താണ്? ദീനെ നടത്തുവാൻ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ വാരിഥീങ്ങളായ, അതല്ലെങ്കിൽ അവിടുത്തെ ഖലീഫമാരായ ആളുകൾ ദീനെ നടത്തുവാൻ. അങ്ങനെയാണോ ഈ പാട്ടുകാരൻ പീറച്ചക്കൻ പാടിയത്? പീറച്ചക്കൻ എന്താ പാടിയത്? 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ മദിനിങ്ങൾക്ക് എന്ന് ഷെയ്ഖ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി പറഞ്ഞു. അങ്ങനെ ഇവിടെ ആരും പഠിപ്പിച്ചിട്ടില്ല. ആര് പറഞ്ഞിട്ട്? അത് എന്തെങ്കിലും പോട്ട തെറ്റ് പറഞ്ഞിട്ട് പാച്ചക്കള്ളം പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് വരിക സി എം വലിയുള്ളാഹിന്റെ പേരും പറഞ്ഞിട്ട് അതൊന്നും അംഗീകരിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കിട്ടൂല. മനസ്സിലാക്കിക്കോ. എന്തെങ്കിലുമൊക്കെ പൊട്ടത്തിനെ വിളിച്ചു പറയാ. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയും ദീനെ നടത്തുവാനാ. ദീന് നടത്താൻ ഖലീഫയായിട്ട് ഹബീബായ തങ്ങളുടെ ഖലീഫത്തുല്ലാഹി ആയിട്ട് കടന്നു വന്നു. എന്താണോ ഇതിൽ തെറ്റുള്ളത്? എവിടെയാണോ ഇതിൽ തെറ്റുള്ളത്? പൊട്ടത്തിനെ വിളിച്ചു പറയാം. ഇതിന് ഇനി മറുപടിയായിട്ട് നൗഷാദ് കൊണ്ടുവന്നത് ഫുതൂഹുൽ ഗൈബിലെ ചില ബൈത്തുകളാണ്. നമുക്ക് ആ നൗഷാദ് അത് പാടുന്നതും അർത്ഥം വെക്കുന്നതും നമുക്കൊന്ന് കേൾക്കാം. മതിയായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞുതരാ. അതാ അന കുന്തു മഅനൂഹിൻ ബിഅലാ സഫീനതി. നിങ്ങൾ ഇന്ന് ശരിക്കും ഉറങ്ങലുണ്ടാവില്ല കേട്ടോ. അതേടോ, ഞങ്ങൾ ഉലമാനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. ഏത് വിഷയത്തിനറിയോ? അവർ സാധാരണക്കാരായ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അവർ അവരുടെ ദീനും തഖ്വയും ഇഖ്ലാസും അവർ സംരക്ഷിക്കുന്നവരാണ് ഉലമാ. അവരുടെ ഇടയിൽ ദീൻ നടത്തുവാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് അവർ. അവരുടെ ദീൻ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന, അവരുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന ഇതുപോലെ തലപ്പാവുധാരികളായ ഏതെങ്കിലും വഹാബി ചാരന്മാർ വരുമ്പോ
അതെങ്കിലും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് ഇല്ലാത്തതും സമൂഹത്തിൽ പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുമ്പോൾ ആ കാര്യത്തിൽ വേവലാതിയോടുകൂടെ ഉറക്കം നഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ ഉലമാ. അതല്ലാതെ നിന്നെ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് കിതാബുകൾ തിരുമറി നടത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതല്ലാത്ത വിഷയങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്ന നിന്നെ പോലെയുള്ള വഹാബി ഷിയക്കാരന്മാർ അവരല്ല ഞങ്ങളെ ഉലമാ. ഞങ്ങളെ ഉലമാ ജനങ്ങളുടെ ഈമാനിൽ വലിയ ബേജാറുള്ളവരാ. എന്താ മനസ്സിലാക്കിയത്? കേൾക്കട്ടെ ബാക്കി. ബിഹാറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി. ദാ ഫതുഹുൽ ഗൈബിന്റെ ലാസ്റ്റ് നോക്ക്, ബൈത്ത് മുഹിയുദ്ദീൻ ശൈഖ എന്താ പറഞ്ഞേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ കപ്പൽ സഞ്ചരിച്ചത് അലാ കഫി ഖുദ്റതി, എന്റെ ഫതുഹുൽ ഗൈബ് പഠിപ്പിക്കുന്നത് മൗലാന പേരോട് ഉസ്താദിനെക്കോ ഞങ്ങൾ സുന്നത്തിമായത്തിന്റെ ആലിമീങ്ങൾക്കോ? എടോ, നീയൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഉലമാ ഫതുഹുൽ ഗൈബ് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തവരാ. ഇന്നലത്തെ മയക്ക് പൊട്ടിമുളച്ചിട്ട് ഏതോ കാട്ടുകള്ളന്മാരെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഫതുഹുൽ ഗൈബും കണ്ട് എനിക്ക് ഒരു സംഗതി കിട്ടിയോ എന്നും പറഞ്ഞു വന്നാൽ അതൊക്കെ ഞങ്ങൾ ഇതിനൊക്കെ മറുപടിയായിട്ട് സ്വീകരിക്കണമെന്നോ? ഇതൊക്കെ ഞങ്ങളെ ഉലമാ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തവരാ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വരിക ഫതുഹുൽ ഗൈബിൽ ഇങ്ങനെ ഉണ്ടോ? എന്നാൽ മറുപടി ആകോ? അത് മറുപടി ആകുമ്പോഴോ ഇതിനൊക്കെ നീ പറഞ്ഞ ഇവിടെ ഈ പിയർച്ചക്കൻ പാടി ഇതിന് മറുപടി ആകും? അത് എന്താ മനസ്സിലാക്കിയത്? എടോ, ആ ഫതുഹുൽ ഗൈബ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഈ അങ്ങാടികളിലൂടെ തലകെട്ടും കെട്ടി പാവപ്പെട്ട ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി തെണ്ടി നടക്കുന്നതിന് പകരം ആ മങ്കൂസ് മൗലിദ് ഒന്ന് എടുത്ത് ഓതിക്കൂടാ എനിക്കൊന്ന്. ആ കാട്ടുകള്ളന്റെ കൂടെ ബഹുമാനപ്പെട്ട വൈരുത്തൂർ തങ്ങൾ പാപ്പാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ കൂടെ ഇരുന്നാണ് ആ മങ്കൂസ് മൗലിദ് ഓതുന്ന സമയത്ത് ബാക്കിലിരുന്ന് ഇനി എന്താ അടുത്ത കുത്തിത്തിരിപ്പിനുള്ള മാർഗം നോക്കുന്നതിന് പകരം ആ മങ്കൂസ് മൗലിദ് ഉള്ളത് എന്താ നോക്കിക്കൂടെ? അതിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാം ഇസ്തിഗാസ നടത്തി. ഫനജാ മിനർ റദാ. അത് കാരണമായി ഹബീബായ തങ്ങൾ മുഖേന എന്ത് ചെയ്യുന്നു? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം അവിടുന്ന് രക്ഷപ്പെടുന്നു. അന്ന് പഠിച്ചുകൂടി നിങ്ങൾ എനിക്കൊന്ന്. ഇതൊന്നും പഠിക്കൂല. ഇത് വിചാരിച്ചിപ്പിച്ച് ആദ്യമായിട്ട് ഇങ്ങോട്ട് കാണാന്നാ. ഇതൊക്കെ ഞങ്ങൾ ഉലമാ കാണുകയും മനസ്സിലാക്കുകയും അത് എങ്ങനെയാണ് വിശദീകരിച്ച് കൊടുക്കേണ്ടതെന്ന് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തവരാ. ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിന്റെ മുകളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉണ്ടായിരുന്നു, ഞാനാണ് രക്ഷപ്പെടുത്തിയത്, ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ നമുക്കിത് മറുപടി കിട്ടൂലേ? നമ്മളാകെ ഇതായിപ്പോ എന്ന് വിചാരിച്ച് ഇപ്പൊ ഇങ്ങനെ കുത്തർക്കായി പൊട്ട പോയത്തക്കാരൻ. എടോ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ജി കരുതിയത് ഞങ്ങൾക്കിതൊന്നും അറിയില്ലാന്നോ? ഇതിനൊന്നും മറുപടി കിട്ടൂലാന്നോ? എവിടുന്നാ ചങ്ങാതിച്ചൊക്കെ എണീച്ചു തന്നെ? ഇതെല്ലാം അർവാഹിന്റെ ലോകത്ത് നടക്കുന്ന സംഗതികളാണ്. അർവാഹിന്റെ ലോകത്ത് അവിടെ പല നിലക്കും അവരുടെ പല ഇടപെടലുകളും അവിടെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ മഹാന്മാരുടെ അർവാഹുകൾ അവിടെയുണ്ട്. അതിന്റെ ശേഷം വന്ന അംബിയാ മുർസലുകളുടെയും മഹാന്മാരിന്റെ ശേഷം ഈ കാലം വരെ വരുന്ന മുഴുവൻ മഹത്തുക്കളുടെയും ഒക്കെ അർവാഹുകൾ അവിടെയുണ്ട്. അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് അവർ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നു എന്റെ റൂഹ് അവിടെ ഉണ്ടായിരുന്നു, അത് ഇടപെട്ടു. അവരുടെ റൂഹ് ഏത് രൂപത്തിലാണ് ഇടപെട്ടത് എന്നുള്ളത് അവർക്കേ പറയാൻ കഴിയുള്ളൂ, നമുക്കത് അറിയൂല. അതുപോലെ ഏതെല്ലാം അർവാഹുകളാണ്, ഏതെല്ലാം മഹത്തുക്കളുടെ റൂഹുകളാണ് അവിടെ ഇടപെട്ടത്, ഏതെല്ലാം കാരണമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്ന് ആ അർവാഹിന്റെ ലോകത്ത് നിൽക്കുന്ന അവർക്ക് അറിയാൻ കഴിയുകയുള്ളൂ, നമ്മൾക്കത് അറിയൂല. ഇനി ഏത് രൂപത്തിൽ ആരിടപെട്ടാലും അതൊക്കെ ഒരു കാരണമാണ്. അവിടെ രക്ഷപ്പെടുത്തിയവൻ ആ ഖൽഖും തഅ്സീറും ചെയ്തത് അത് പടച്ച റബ്ബാണ്, അല്ലാഹുവാണ് അവിടെ ഖൽഖും തഅ്സീറും ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇവരെല്ലാം അതിന് കാരണക്കാരാണ്. ഈ മഹത്തുക്കളുടെ അർവാഹുകൾ, ഈ മഹത്തുക്കൾ മുഴുവനും അതിന് കാരണമാകുന്നു. അത് ആരൊക്കെ കാരണമായിട്ടുണ്ട്, ആരൊക്കെ റൂഹുകൾ കാരണമായിട്ടുണ്ട്, ഏതെല്ലാം രൂപത്തിലെ ഇടപെടൽ ഉണ്ടായത് ഒന്നും നമുക്കറിയില്ല. അവർ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയൂല. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മളെ നാട്ടിൽ പല വിഷയങ്ങളിലും പല ആളുകളും ഇടപെട്ടിട്ടുണ്ടാവും. അവരാ ഇടപെട്ടവരൊക്കെ പറയാണ് ഞാൻ കാരണമായിട്ടാണ് എന്ന് അവർക്കൊക്കെ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ 6 വരി പാത ഹൈവേ വന്നു. ഈ ഹൈവേ വന്നപ്പം അതിന് ഇടപെട്ട ആളുകൾക്ക് മുഴുവനും പറയാം ഞാനാണ് ഈ റോഡ് കൊണ്ടുവന്നത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകൾ പറയുന്നു ഞങ്ങളാണ് ഈ റോഡ് കൊണ്ടുവന്നത്. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ആളുകൾ പറയുന്നു ഞങ്ങളാ കൊണ്ടുവന്നത്. അത് ഉണ്ടാക്കിയ ആളുകൾ പറയുന്നു ഞങ്ങളാ റോഡ് ഉണ്ടാക്കിയത്. അതുമായി ബന്ധപ്പെട്ട പലരും പറയുന്നു ഞങ്ങളാണ് ഇതിന് കാരണക്കാർ. അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പറയാം ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഞങ്ങളാണ് ഉണ്ടാക്കിയത്, എല്ലാവർക്കും പറയാം. ഈ ഏതാണെങ്കിലും ആര് ഇടപെട്ടാലും ഏത് വിഷയവും ഖൽഖും തഅ്സീറും ചെയ്യുന്നവൻ അല്ലാഹുവാണ്. എല്ലാ വിഷയങ്ങളും സൃഷ്ടിക്കുന്നവൻ, രക്ഷപ്പെടുത്തുന്നവനും അതുപോലെ ഒരാൾക്ക് സംരക്ഷണം നൽകുന്നവനും എല്ലാം അല്ലാഹുവാണ്. അതിന് കാരണമാകുന്ന പല ഇടപെടലുകളും പലരുടേതും ഉണ്ടാകാം. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണോ? അതുകൊണ്ട് നൗഷാദ് ഓർമ്മപ്പെടുത്തുന്നു, ഈ പീറച്ചക്കൻ പാടിയ പാട്ടിനിക്ക് ഇതൊന്നും മതിയാവുകയില്ല. കാരണം ഈ പീറച്ചക്കൻ പാടിയത് താനി പൊട്ടത്തരമാണ്, വിഡ്ഢിത്തമാണ്. കാരണം 313 ബദരീങ്ങൾക്ക് മതി ഞാൻ ഒറ്റക്ക്, നിങ്ങൾക്ക് ആ മതി, നിങ്ങൾക്ക് ഞാൻ ഒറ്റക്ക് മതി. ആ മതി എന്ന് പറയുന്നത് അപകടം പിടിച്ച വാക്കാ. കാരണം ഇനി ദീനിന്റെ പ്രചരണവുമായി വന്നതാണ് എന്ന് പറഞ്ഞാലും ഹബീബായ തങ്ങൾക്ക് മതിയാവുകയില്ല.
കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ നുബുവത്തിന്റെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ഹബീബായ തങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയതിന്റെ ഒരു സെക്കൻഡിനിക്ക് ലോകത്ത് എത്ര വലിയ ഹോജാക്കൾ ദീനി പ്രചരണം നടത്തിയാലും ആ ഒരു സെക്കൻഡിനിക്ക് ഒരു പ്രചരണം മതിയാകൂല. പിന്നെ എങ്ങനെ മതിയാവല്? മഹാന്മാരായ 313 ബദരീങ്ങൾ, ആ സ്വഹാബത്ത്, അവർ ബദറിൽ ചെലവഴിച്ച ഒരു മിനിറ്റിനിക്ക് ഇവിടെ എത്ര വലിയ ഔലിയാക്കൾ അവരുടെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ചാലും ബദരീങ്ങൾ ഒരു മിനിറ്റ് ബദറിൽ ചെലവഴിച്ചതിനിക്ക് പകരമാകൂലോ. പിന്നെ എങ്ങനെ അത് മതി എന്ന് പറയാ? അത് മതി എന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് ആ പാട്ട് പരിപൂർണമായും തെറ്റാണ്. ആ പീറച്ചക്കൻ പാടിയ പാട്ട് എവിടെ നിന്ന് കിട്ടിയ അവനിക്ക്? ഇനി അങ്ങനെ ഒന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസ്തരായ ആളുകൾ ഉലമാവിന്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ, അത് അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളോട് പറയുമ്പോൾ അവർക്കത് വേണ്ട രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറയാൻ കഴിയും. എന്നാൽ ഈ പീറച്ചക്കൻ പാടിയ പാട്ടിന്റെ ശേഷമുള്ള വരികൾ എന്താ? അതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. എന്താ പറഞ്ഞത്? 1000 ഷംസുൽ ഉലമക്ക് പകരം മതി എന്റെ സ്വാഹിബിന്റെ രൂപം നിങ്ങൾക്ക്. എന്താടോ പറഞ്ഞത്? അത് എങ്ങനെ വ്യാഖ്യാനിക്കും? 1000 ഷംസുൽ ഉലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി. അത് രണ്ടാമത്തെ വരി. അത് ഈ ഒന്നാമത്തെ വരിയോട് കൂട്ടി വായിക്കേണ്ടതാണ്. അവിടുന്ന് മനസ്സിലാകും നമ്മൾക്ക് ദീനി പ്രചരണമാണ് എന്ന് അവിടെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം ആ ശേഷമുള്ള വരികളുടെ മനസ്സിലാകുന്നത് അത് ഫദ്ലിനെയാണ്, ശ്രേഷ്ഠതയാണ് ധ്വനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശേഷമുള്ള വരികളിലേക്ക് ഒന്നാമത്തെ വരി കൂട്ടുമ്പോൾ അത് ഫദ്ലിനെ, ശ്രേഷ്ഠതയെ ധ്വനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പാട്ട് രണ്ടാമത്തെ വരിയുമായി കൂട്ടിച്ചേർക്കുമ്പോൾ അത് പരിപൂർണമായും തെറ്റാണ് എന്ന് ബോധ്യമാകുന്നുണ്ട്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ പാട്ടുരൂപത്തിൽ അവതരിപ്പിച്ച് കടന്നു വന്ന ഒരു വൃത്തികെട്ട പീറച്ചക്കൻ, ആ പീറച്ചക്കന്റെ വക്കാലത്ത് ഏറ്റെടുത്ത് വന്ന കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് എന്ന് പറയുന്ന കുരുവട്ടൂരി നൗഷാദ്, അവൻ ചെയ്യുന്നത് ചേകനൂരിനേക്കാൾ അപകടം പിടിച്ച പ്രവർത്തനങ്ങളാണ്. ചേകനൂർ ഇവിടെ ചെയ്തത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ എടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, ലാഹിറാർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് അകറ്റിയെങ്കിൽ, ഈ കാട്ടുവളപ്പിൽ നൗഷാദ് ചെയ്യുന്ന പണി എന്താണ്? മഹാന്മാരായ ഔലിയാക്കളുടെ കിതാബുകൾ എടുത്തുകൊണ്ട് ആ കിതാബുകളിൽ നിന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, അവരുടെ അർവാഹിന്റെ ലോകത്ത് നടക്കുന്ന സംഗതികൾ, അത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അർവാഹിന്റെ ലോകത്ത് നടക്കുന്ന സംഗതികളെ കുറിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ആ സാധാരണക്കാരെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ സുന്നത്തിമായത്തിൽ അകറ്റുന്ന, പാവപ്പെട്ട ജനങ്ങളെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്ന, പാവപ്പെട്ട ജനങ്ങളെ ഷിയായിസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ വഹാബി ഷിയാചാരനായ കുരുവട്ടൂരി നൗഷാദ് ചെയ്യുന്ന പണി ചേകനൂരിനേക്കാൾ അപകടം പിടിച്ച പണിയാണ്. അതുകൊണ്ട് ഇവന്റെ പ്രവർത്തനങ്ങൾ, കുരുവട്ടൂരിയുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടേണ്ടതുണ്ട്. ഇവരുടെ വാക്കുകൾ, ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് ഒരു നിലക്കും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി പോകരുത്. അതുകൊണ്ട് സുന്നത്തിമായത്തിന്റെ പ്രവർത്തകരെ, നമ്മുടെ ആലിമീങ്ങൾ നമ്മോട് എന്താണോ പറയുന്നത് അത് നമ്മൾ കേൾക്കുക, അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ വാക്കുകളോ അവരുടെ പ്രസംഗങ്ങളോ കേട്ട് ഒരിക്കലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ എന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.